നമസ്കാരം. മുൻ പാകിസ്ഥാൻ പേസ് ബൗളർ ഷുഐബ് അക്തറിന്റെ സഹോദരന്റെ മയ്യത്ത് നിസ്കാരത്തിൽ ലഷ്കർ-ഇ-തയ്യിബ ഭീകരർ പങ്കെടുത്തതായി വെളിപ്പെടുത്തൽ. കശ്മീരിലെ പഹൽഗാമിൽ ഇന്ത്യൻ സുരക്ഷാ സേനയ്ക്ക് നേരെ നടന്ന ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച മുഖ്യ ആസൂത്രകൻ സൈഫുള്ള കസൂരി ഉൾപ്പെടെയുള്ള ഭീകരരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. കടുത്ത സുരക്ഷാ നിരീക്ഷണങ്ങൾ നിലനിൽക്കെ പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിൽ വെച്ചായിരുന്നു സംഭവം. ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണ കേസുകളിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ തിരയുന്ന കസൂരി പരസ്യമായി ചടങ്ങിൽ പങ്കെടുത്തത് പാകിസ്ഥാൻ ഭീകരർക്ക് നൽകുന്ന സംരക്ഷണത്തിന്റെ തെളിവാണെന്ന് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഷുഐബ് അക്തറിന്റെ സഹോദരൻ ഷാഹിദ് അക്തറിന്റെ വിയോഗത്തെ തുടർന്ന് റാവൽപിണ്ടിയിൽ നടന്ന ചടങ്ങിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. അക്തർ കുടുംബവുമായി അടുത്ത ബന്ധമുള്ളവരും ക്രിക്കറ്റ് രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഇതിനിടയിലാണ് നിരോധിക്കപ്പെട്ട ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തൊയ്ബയുടെയും ഉന്നത കമാൻഡർമാരും ഇവർക്കൊപ്പം ചേർന്നത്. ഷുഐബ് അക്തറിന്റെ മൂത്ത സഹോദരൻ ഷാഹിദ് അക്തർ കഴിഞ്ഞ ജൂൺ 24-നാണ് അന്തരിച്ചത്. തുടർന്ന് ഇസ്ലാമാബാദിലെ H8 ഖബർസ്ഥാനിൽ നടന്ന ജനാസ നമസ്കാരത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. 26/11 മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ലഷ്കർ-ഇ-തൊയ്ബയുടെ ഉന്നത നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളും വീഡിയോയിലുണ്ട്. സൈഫുള്ള കസൂരിക്ക് പുറമെ ലഷ്കറിന്റെ രാഷ്ട്രീയ മുഖമായ പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗ് PMML പ്രസിഡന്റ് ഇൻആം-ഉർ-റഹ്മാനും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ആഗോള ഭീകരനായി UN പ്രഖ്യാപിച്ച ഹാഫിസ് സയ്യിദ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് PMML. ജമാ-അത്ത്-ദുവ, മിലി മുസ്ലിം ലീഗ് എന്നീ സംഘടനകൾക്ക് അന്താരാഷ്ട്ര തലത്തിലും പാകിസ്ഥാനിലും നിരോധനം ഏർപ്പെടുത്തിയതിനെ മറികടക്കാനാണ് ഹാഫിസ് സയ്യിദ് പുതിയ പാർട്ടി രൂപീകരിച്ചത്. ഈ പാർട്ടി 2024 പാക് പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ തിരയുന്ന കസൂരിയെപ്പോലുള്ള കുപ്രസിദ്ധ ഭീകരർ പരസ്യമായി ഇത്തരം പൊതുചടങ്ങുകളിൽ പ്രത്യക്ഷപ്പെടുന്നത് ഭീകരവാദികൾക്ക് പാക് ഭരണകൂടം നൽകുന്ന സംരക്ഷണത്തിന് തെളിവാണെന്ന് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. കശ്മീരിലെ പഹൽഗാമിൽ ഇന്ത്യൻ സൈനിക വ്യൂഹത്തിന് നേരെ നടന്ന ആസൂത്രിത ആക്രമണത്തിന്റെ സൂത്രധാരനാണ് സൈഫുള്ള കസൂരി. അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിലും ലഷ്കറിന്റെ പുതിയ റിക്രൂട്ട്മെന്റുകൾക്ക് നേതൃത്വം നൽകുന്നതിലും ഇയാൾക്ക് പ്രധാന പങ്കുണ്ട്. ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പാക് മണ്ണിൽ സുരക്ഷിതനായി കഴിയുന്ന കസൂരി കശ്മീരിലേക്ക് കൂടുതൽ ഭീകരരെ കടത്തിവിടാനുള്ള അണിയറ നീക്കങ്ങൾ നടത്തിവരികയാണ്. കസൂരിയുടെ സാന്നിധ്യം വ്യക്തമാക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നതോടെ കശ്മീർ അതിർത്തികളിൽ ഇന്ത്യൻ സൈന്യം ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. സംഭവം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ വാർത്തയായെങ്കിലും മുൻ ക്രിക്കറ്റ് താരം ഷുഐബ് അക്തറോ കുടുംബമോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. കസൂരി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തത് കുടുംബത്തിന്റെ അറിവോടെയാണോ എന്നതിനെക്കുറിച്ചും വ്യക്തതയില്ല. എന്നാൽ പാകിസ്ഥാനിൽ പ്രമുഖ വ്യക്തികളുടെ ചടങ്ങുകളിൽ പോലും ഭീകരർക്ക് പരസ്യമായി ഇടപെടാൻ സാധിക്കുന്നു എന്നത് ആഗോളതലത്തിൽ രാജ്യത്തെ വീണ്ടും പ്രതിരോധത്തിലാക്കും. 2011 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഷുഐബ് അക്തർ നിലവിൽ പ്രമുഖ ക്രിക്കറ്റ് കമന്റേറ്ററാണ്. ഇന്ത്യയിൽ IPL ഉൾപ്പെടെ കമന്റേറ്ററായും അക്തർ പ്രവർത്തിച്ചിട്ടുണ്ട്.